ഇന്ത്യയും മംഗോളിയയും തമ്മിൽ വലിയൊരു ബന്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സൈനികാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെടുന്നു. എന്തായിരിക്കാം ഇതിന് പെട്ടെന്നുള്ള ഒരു കാരണം? ചൈന ഈ ഇൻഡോ പസഫിക്കിലെ ഏറ്റവും വലിയ ശക്തി അവരാകണം എന്നാഗ്രഹമുള്ളവരാണ്. അതുമാത്രമല്ല, ആഗോളമായി തന്നെ ശക്തികളാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് BRI എന്ന് പറഞ്ഞിട്ട് ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് പണി, പാലം പണി, റെയിൽവേ പണി, ഇങ്ങനെ ഈ രാജ്യങ്ങളെയൊക്കെ കടക്കണിയിലൊക്കെ ആക്കുന്ന പരിപാടിയുണ്ട്. ഒരു ആഗോള കോളനിവൽക്കരണ പാതയിൽ നമ്മൾ അങ്ങനെ ഒരു കോളനിവൽക്കരണത്തിൻ്റെ പാതയിൽ ഇന്ത്യ പോകുന്നില്ലല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ചൈന പഴയ മാതിരി വളർച്ചയൊന്നുമില്ല. അത് 13%, 14% GDP വളരുന്നുണ്ടായിരുന്നു ഈ കോവിഡിന് തൊട്ട് മുമ്പ് വരെ. ഇപ്പോൾ 2%, 2.5% എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അവിടുത്തെ ബാങ്കുകൾ പ്രതിസന്ധിയിലുണ്ട്, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ, പിന്നെ വ്യവസായം, അങ്ങനെ കുറച്ച് പ്രതിസന്ധിയൊക്കെ ഉള്ള കാലഘട്ടമാണ് അതിന്. അപ്പം നമ്മൾ മംഗോളിയയിൽ പോയി പണി തുടങ്ങി, ചൈനയുടെ ബാക്ക് യാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഞായറാഴ്ച നരേന്ദ്രമോദി മംഗോളിയയിൽ പോയിരുന്നു. മംഗോളിയൻ പാർലമെൻറ്റ് ഞായറാഴ്ച മംഗോളിയൻ പാർലമെൻറ്റ് മോദിയുടെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ചേർന്നു. അങ്ങനെ ഒഴിവ് ദിവസം മംഗോളിയൻ പാർലമെൻറ്റ് കൂടുകയും അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്ത ആദ്യത്തെ വിശിഷ്ട വ്യക്തി ആണ് മോദി. അപ്പം മംഗോളിയയുടെ ചരിത്രത്തിൽ തന്നെ കയറി നിൽക്കുകയാണ് ഇപ്പം മോദി. ഞായറാഴ്ച പാർലമെൻറ്റ് തുറന്നു അദ്ദേഹത്തിന് വേണ്ടി, എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു ഒഴിവ് ദിവസം. അപ്പോൾ ഇത് നമ്മൾ വായ്പയും ഒക്കെ കൊടുക്കുന്നുണ്ട് മംഗോളിയയ്ക്ക്. കാരണം ചൈനയുമായിട്ടാണല്ലോ കൂടുതൽ ഇടപാടുകൾ, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചൈനയുമായിട്ടാണ്. അപ്പോൾ 2009 ഇന്ത്യയും മംഗോളിയയും തമ്മിൽ മറ്റേ ആണവ കരാർ ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ആണവ കരാർ എന്ന് പറഞ്ഞാൽ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കരാറും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചൈന റഷ്യയുമായിട്ടും മംഗോളിയയുമായിട്ടും ത്രികക്ഷി ഉടമ്പടി ഒപ്പുവെച്ചിട്ടുമുണ്ട്, ഇതുപോലെ ഈ സഹകരണത്തിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യയുമായിട്ട് ഈ കൂടുതൽ അടുക്കുന്നത് ചൈന ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇന്ത്യ മംഗോളിയയുമായിട്ട് അടുക്കുന്നത് കാരണം മംഗോളിയയുമായിട്ട് ആ ഗോത്രവർഗങ്ങളുമൊക്കെ ആയിട്ട് ഇഴുകിച്ചേർന്നൊരു സംസ്കാരം ചൈനയ്ക്കുണ്ടല്ലോ. ചൈന നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെ കാര്യവും പറയാറുണ്ട് കേട്ടോ. സിവിലൈസേഷണൽ കൺട്രീസ് ഇന്ന് ഇന്ത്യക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ചൈനയ്ക്ക് അസുഖം വരും, ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകണം എന്ന് തോന്നും അവർക്ക്, ഇവിടെ വന്ന് കച്ചവടം തുടങ്ങണം. ഇപ്പോൾ അവർ പറയുന്നുണ്ട് മുമ്പ് 51% കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിക്ഷേപിക്കാൻ സമ്മതിക്കുമെങ്കിൽ കച്ചവടത്തിന്, ഇപ്പോൾ 26% മതി എന്നൊക്കെ പറഞ്ഞവർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മറ്റേ ഈ രീതിയിൽ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ചൈന നമ്മൾ ബുദ്ധമതം രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റേ സംസ്കാര പൈതൃകം നമ്മൾ നടക്കുന്നുണ്ട്, സിവിലൈസേഷണൽ രാജ്യങ്ങളാണെന്ന് എപ്പോഴും ഇങ്ങനൊരു വാചകം കാണും അതിൻ്റെ അകത്ത് അവരുടെ പ്രസ്താവനകളിൽ. അപ്പോൾ ഇന്ത്യയും മംഗോളിയയും തമ്മിൽ ഇപ്പോൾ നൊമാഡിക് എലഫൻറ്റ്, നാടൻ ആന എന്ന് പറയാം അല്ലേ, അലഞ്ഞു തിരിയുന്ന ആന, നൊമാഡിക് എലഫൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംയുക്ത സൈനികാഭ്യാസം നടത്തി, നല്ല ജോറായിട്ട് അത് നടത്തി. അത് രണ്ടുപേരും തമ്മിൽ 17ാമത്തെ സൈനികാഭ്യാസമാണ്. പക്ഷേ ഇത്തവണ കുറേയും കൂടി കാര്യമായിട്ടാണ് നടന്നത്. മെയ് 31 ആണ് നടന്നത്. അപ്പോൾ അത് നടന്നത് സാധാരണ സൈനികാഭ്യാസം പോലെ അല്ല. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ചൈന റഷ്യയുമായിട്ടും മംഗോളിയയുമായിട്ടും ത്രികക്ഷി ഉടമ്പടി ഒപ്പിട്ടല്ലോ, അടുത്ത ദിവസമായിരുന്നു മംഗോളിയായിട്ട് ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസം. അതാണ് മുമ്പത്തേക്കാൾ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ചൈനയുടെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മംഗോളിയയ്ക്ക് നയതന്ത്ര സ്വാതന്ത്ര്യം ഒരിക്കലും ഉണ്ടാകരുത്, അതിൻ്റെ നയതന്ത്രമൊക്കെ ചൈന കൈകാര്യം ചെയ്യും എന്ന് വാശി പിടിക്കുന്ന
തൈവാൻ്റെ മുകളിലൊക്കെ അവകാശം പറയാറുണ്ടല്ലോ ചൈന, അതുപോലെ. അപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ പവർ ഓഫ് സൈബീരിയ എന്ന് പറഞ്ഞിട്ടൊരു പൈപ്പ് ലൈൻ പദ്ധതി, എണ്ണ കൊണ്ടു റഷ്യയിൽ നിന്ന് ചൈനയ്ക്ക് എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യ ചൈന പവർ ഓഫ് സൈബീരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പൈപ്പ് ലൈൻ പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ പൈപ്പ് ലൈൻ പദ്ധതി മംഗോളിയ വഴിയാണ് പോകുന്നത്. അത് ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോൾ ചൈനയ്ക്ക് ഒരു ശങ്ക പിടിപെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ മംഗോളിയ അനുവദിച്ചില്ലെങ്കിലോ എന്നൊക്കെ. പിന്നെ മംഗോളിയയും ഈ മിനറൽസ് ഇല്ലേ, റയർ എർത്ത്, അപൂർവ മൂലകങ്ങൾ, ധാതു സമ്പത്ത്, അതൊക്കെയുള്ള സ്ഥലമാണ് കൽക്കരി. അപ്പോൾ നമ്മൾ മംഗോളിയയുമായിട്ട് കരാറ് ഒപ്പുവെക്കുന്നുണ്ട് ഈ മിനറൽസ്, കോൾ, കൽക്കരി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതും കച്ചവടം ഇപ്പോൾ കുറച്ചുകൂടി നന്നായി മംഗോളിയയായിട്ട് നടത്താനും പോകുന്നുണ്ട്. പിന്നെ ചെമ്പ്, ഈ റയർ എർത്തിന് പുറമെ ചെമ്പും ധാരാളം ഉണ്ട്. ചൈന വഴിയുള്ള കച്ചവട പാത മറികടന്നിട്ടാണ് നമ്മൾ മംഗോളിയയായിട്ട് കച്ചവടം നടത്തുന്നത്. അത് റഷ്യയെ ഇടനാഴിയാക്കിക്കൊണ്ട്, റഷ്യയുമായിട്ടും അതിർത്തി ഉണ്ടല്ലോ, അപ്പോൾ റഷ്യ വഴി മംഗോളിയയുമായിട്ട്, ചൈനയുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് കച്ചവടം നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ന്യൂസ് സർവീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1840-42 ഒരു കറുപ്പ് യുദ്ധം നടന്നിരുന്നു. ആ കറുപ്പ് യുദ്ധത്തിൽ നഷ്ടമായ സ്ഥലങ്ങളൊക്കെ മംഗോളിയയോട് ഇനി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് മംഗോളിയ കളിക്കുകയാണെങ്കിൽ പണ്ട് 19-ാം നൂറ്റാണ്ടിലെ കറുപ്പ് യുദ്ധത്തിൽ ഉള്ള പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങോട്ട് തരണം എന്ന് പറയാൻ സാധ്യതയുണ്ട്. 2045-50 ആ 5 കൊല്ലം കൊണ്ട് മംഗോളിയയിൽ അധിനിവേശം നടത്തണം എന്നൊരു ചൈനീസ് പദ്ധതിയുണ്ട്. മംഗോളിയയെ ആക്സസ് ചെയ്യുക, മംഗോളിയയെ കൂട്ടിച്ചേർക്കുക എന്നൊരു പദ്ധതി ചൈനയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ പോയി പണിത് തുടങ്ങിയാൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും, ഇല്ലേ? അതെ, കുറച്ചുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. നീ ആരടാ എന്ന് മംഗോളിയക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയെന്നും വരും നമ്മളിപ്പോൾ പോകുമ്പോൾ. അപ്പോൾ മംഗോളിയയിൽ ഈ ഔട്ടർ മംഗോളിയയും ഇന്നർ മംഗോളിയ 2 സ്ഥലങ്ങളുണ്ട്. ഈ ചൈനയിൽ പെട്ട ഈ സ്വയംഭരണ പ്രദേശമാണ് ഇന്നർ മംഗോളിയ എന്ന് പറയുന്നത്. അത് ചൈനയുടെ ഇതിലാണ്. ഈ ഔട്ടർ മംഗോളിയ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കച്ചവടമൊക്കെ നടത്തുന്നത്. 2016 ചൈന ഈ ബോർഡർ ക്രോസിംഗ് അടച്ചു, ചൈനയും മംഗോളിയയും തമ്മിലുള്ള. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗോളിയ ദലൈലാമയ്ക്ക് അവിടെ സ്വീകരണം കൊടുത്തു. ഈ ഉലാൻ ബത്താറാണ് തലസ്ഥാനം. ആ തലസ്ഥാനത്ത് ആയിരുന്നു ദലൈലാമയ്ക്ക് സ്വീകരണം കൊടുത്തത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 9 കൊല്ലമായിട്ട് തന്നെ മംഗോളിയ ഒരു സ്വതന്ത്രമായ നിലപാട് എടുക്കുന്നുണ്ടെന്ന് അർത്ഥം. നമ്മളോട് തന്നെ ചൈനയ്ക്കുള്ള വിരോധം എന്താണ്? ദലൈലാമയെ നമ്മളിവിടെ അഭയം കൊടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഓപ്പറേഷനായിരുന്നു അത്. ഇവിടെ കൊണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അവർക്ക് താമസ സൗകര്യം, അഭയം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വേറെ ലാമയെ ചൈന പാർട്ടി ലാമയെ ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ദലൈലാമയുടെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് മംഗോളിയായിട്ട് യോജിപ്പിലാണ്. ചൈനയ്ക്കത് നീരസവുമാണ്. അപ്പോൾ ചൈന അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ താരിഫുകൾ നിശ്ചയിച്ചു കച്ചവടത്തിന്. ചൈന കൊടുക്കാമെന്ന്, മംഗോളിയയ്ക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന വായ്പ അത് റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ ചൈനയിൽ നിന്ന് വലിയ സഹായം ഇല്ലാതാവുകയാണല്ലോ. 4.2 ബില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 35,905 കോടി രൂപ ആ വായ്പ റദ്ദാക്കി. ദലൈലാമ അങ്ങോട്ട് പോയതിൻ്റെ ഗുണം മംഗോളിയയ്ക്ക് അതായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ലാൻഡ് ലോക്ക്ഡ് ആണ്, അല്ലേ? 4 വശത്തും നമുക്ക് വേണമെങ്കിൽ ആക്രമിക്കാനൊക്കെ നോക്കാം. പിന്നെ ചൈനയിൽ വലിയ ഒരു ആശ്രിത രാജ്യം പോലെയും അതിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ. മംഗോളിയയുടെ കയറ്റുമതിയിൽ 90% ചൈനയിലേക്കാണ്. ഇറക്കുമതി 37.8%. മൊത്തം ഇറക്കുമതിയുടെ 37.8%. കൂടുതലും മിനറൽസ്, കോപ്പർ,
കോൾ ഇതൊക്കെയാണ്, ചെമ്പ്, കൽക്കരി ഒക്കെയാണ്. പിന്നെ ഇതൊരു തന്ത്രപ്രധാന സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ ഉത്തര കൊറിയയുടെ അഫ്ഗാൻ്റെയൊക്കെ അതിർത്തി മേഖലയിലാണ് അതിൻ്റെ നിൽപ്പ്. അപ്പോൾ അമേരിക്കയ്ക്കും മംഗോളിയയെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ഈ റയർ എർത്തിൽ ഇപ്പോൾ വലിയ ശ്രദ്ധയുണ്ടല്ലോ. അതാണ് ഈ ഗ്രീൻലാൻഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ വരുന്നത്. റയർ എർത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ പിടിക്കണം. ഇപ്പോൾ ഉത്തര കൊറിയ ചൈനയുടെ അയലത്ത്, പിന്നെ മംഗോളിയ ഒരു അയൽ രാഷ്ട്രം, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ അതുകൊണ്ട് ഈ മംഗോളിയ ഒരു നിർണായക മേഖലയിലാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ അയൽ രാജ്യങ്ങളാണല്ലോ. അപ്പോൾ മംഗോളിയയുമായിട്ടും ബന്ധം വരുന്നത് നമ്മൾ ചൈനയുടെ അയൽവക്കങ്ങളിലൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉത്തര കൊറിയയുമായിട്ട് പറയാൻ പറ്റില്ല അത്. പക്ഷേ അമേരിക്കയ്ക്ക് മംഗോളിയ ആവശ്യമുണ്ട്, ഇതുപോലെ തന്നെ തന്ത്രപ്രധാനം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും തന്ത്രപ്രധാനമാണ്. നമുക്കും ഈ ധാതു സമ്പത്ത് ആവശ്യമുണ്ട്. പിന്നെ അതുകൊണ്ടാണ് വായ്പ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചൈന വായ്പ നിഷേധിച്ചപ്പോൾ നമ്മൾ വായ്പ കൊടുക്കാനായിട്ട് ഇറങ്ങി മംഗോളിയയ്ക്ക്. ഇപ്പം മോദി അവിടെ ചെല്ലുകയും ചെയ്തു. 2015 മോദി മംഗോളിയയിലേക്ക് പോയിരുന്നു. അപ്പോൾ അന്നാണ് നമ്മൾ $1 ബില്യൺ വായ്പ കൊടുത്തത് മംഗോളിയയ്ക്ക്, 15,387 കോടി രൂപ. പൊതുവെ നമ്മൾ ബംഗ്ലാദേശ് അങ്ങോട്ട് പോയി, നമ്മുടെ പല അയൽ രാജ്യങ്ങളും നമ്മുടെ കൂടെയല്ല, നേപ്പാൾ അല്ലേ, ചൈന, പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളല്ലാതെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, മംഗോളിയ പോലെ ഉള്ള ഈ മംഗോളിയയുമായിട്ട് നമ്മുടെ സൗഹൃദം പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവവികാസമുണ്ട്. ചൈനയുടെ തന്നെ അയൽവക്കത്ത് നമ്മളൊരു സൗഹൃദം മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.